നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഭാര്യാപിതാവിനെ കാണാൻ സർക്കാർ ഹെലികോപ്റ്റർ ദുരുപയോഗം ചെയ്തുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി BRM ഷഫീർ. മുൻകൂട്ടി നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി കൊച്ചിയിൽ ഹെലികോപ്റ്ററിൽ എത്തിയതെന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഷഫീർ വ്യക്തമാക്കി. കൊച്ചിയിൽ വിവിധ ഔദ്യോഗിക പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മുഖ്യമന്ത്രി അടുത്തുള്ള ആശുപത്രി സന്ദർശിച്ചത്. പരിപാടികൾക്ക് ശേഷം കൊച്ചിയിൽ നിന്നും ഔദ്യോഗിക കാറിലായിരുന്നു അദ്ദേഹം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയതെന്നും BRM ഷഫീർ കുറിച്ചു. അസുഖബാധിതനായി ആലുവ കാരോത്തുകുഴി ആശുപത്രി ICUവിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ സന്ദർശിച്ചത് പൂർണ്ണമായും ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷമാണ്. യാത്രാവേളയിൽ സർക്കാരിന്റെ ഔദ്യോഗിക വാഹനം മാത്രമാണ് ഉപയോഗിച്ചതെന്നും ഇതിൽ ഹെലികോപ്റ്റർ ദുരുപയോഗം എന്ന ചോദ്യമേ ഉദിക്കുന്നില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. മുൻ LDF സർക്കാരിന്റെ കാലത്ത് പ്രതിമാസം 80 ലക്ഷം രൂപ വാടക വ്യവസ്ഥയിൽ 25 മണിക്കൂർ ഉപയോഗിക്കാനായി കരാറിലെടുത്ത ഹെലികോപ്റ്ററാണിത്. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഈ ഭീമമായ തുക സംസ്ഥാന ഖജനാവിൽ നിന്നും നൽകേണ്ടതുണ്ട്. നാടിന് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ഈ കരാർ കാലാവധി അവസാനിക്കാറായിരിക്കെ സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ തന്റെ ഔദ്യോഗിക ആവശ്യത്തിനായി തന്നെയാണ് ഇത് ഉപയോഗിച്ചതെന്നും ഷഫീർ ചൂണ്ടിക്കാണിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സമ്മേളനങ്ങൾക്കും മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കുമായി ഹെലികോപ്റ്റർ ദുരുപയോഗം ചെയ്ത ചരിത്രമുണ്ടെന്നും BRM ഷഫീർ രൂക്ഷമായി കുറ്റപ്പെടുത്തി. അന്നത്തെ സാമ്പത്തിക ധൂർത്തുമായി നിലവിലെ സംഭവത്തെ താരതമ്യം ചെയ്യുന്നത് രാഷ്ട്രീയ അന്ധതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിദിനം 3 മണിക്കൂറിലധികം പൊതുജനങ്ങളെ നേരിൽ കാണുകയും രാത്രി വൈകുവോളം ഫയലുകൾ തീർപ്പാക്കുകയും ചെയ്യുന്ന തിരക്കേറിയ വ്യക്തിയാണ് നിലവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അദ്ദേഹത്തിന്റെ സമയം ലാഭിക്കുന്നതിനും ഭരണപരമായ വേഗത ഉറപ്പുവരുത്തുന്നതിനും ഇത്തരം ഔദ്യോഗിക യാത്രാ സംവിധാനങ്ങൾ ആവശ്യമാണെന്നും ഷഫീർ പറഞ്ഞു. ഈ വിഷയം മുൻനിർത്തി മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കുള്ള വ്യക്തമായ മറുപടി ബുധനാഴ്ചത്തെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ നൽകുമെന്നും KPCC ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. അതിനിടെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയെ വിമർശിച്ച് മുൻമന്ത്രി MP രാജേഷ് അടക്കമുള്ള CPM നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി 2 തവണ തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ഹെലികോപ്റ്റർ പറത്തിയെന്നും ഇത് ധൂർത്താണ് എന്നുമായിരുന്നു MP രാജേഷിന്റെ ആരോപണം. എന്നാൽ സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണങ്ങൾക്കും വിമർശനങ്ങൾക്കുമെതിരെ VT ബൽറാം MLA ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന് സൈബർ ട്രോളുകൾ ഇറക്കുകയല്ല വേണ്ടതെന്നാണ് ബൽറാം പറഞ്ഞത്. നാട്ടിലെ ഔദ്യോഗിക പ്രതിപക്ഷം ഉത്തരവാദിത്ത ബോധത്തോടെ വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുകയും സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുകയാണ് വേണ്ടതെന്നും ബൽറാം ഓർമ്മിപ്പിച്ചു. കാറും ബംഗ്ലാവും പരിവാരങ്ങളുമൊക്കെ അനുവദിച്ച് ക്യാബിനറ്റ് റാങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ഇരുത്തിയിരിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയാണെന്നും ബൽറാം പരിഹസിച്ചിരുന്നു.